എന്തായാലും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ വോട്ടർമാർ. ഇപ്പോൾ നമ്മളോടൊപ്പം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ ആർ ശ്രീലേഖ ചേരുന്നു. വളരെ 23 ദിവസം നീണ്ടു നിന്നൊരു പ്രചരണത്തിന് ശേഷം കേരളം വിധി എഴുതിയിരിക്കുന്നു. വട്ടിയൂർക്കാവിലടക്കം മികച്ചൊരു പോളിംഗ് തരംഗമാണ് ഉണ്ടായത്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഈ ഒരു മാറ്റത്തിൻ്റെ അവസാന നിമിഷം? ഒരു വലിയ സമാധാനം. ഹോ! എന്നൊരാശ്വാസമില്ലേ? ആ ഒരു സമാധാനമുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു കഴിഞ്ഞല്ലോ. കുറച്ച് നാളായി. എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പിൽ ഇത് ഞാൻ താമര വരയ്ക്കാൻ പോയപ്പോൾ 9-ാം തീയതിയായിരുന്നു, ഏപ്രിൽ 9-ാം തീയതി. ആ സമയം തൊട്ട് എന്നോട് പ്രചാരണം തുടങ്ങിക്കോ എന്നുള്ളൊരു സന്ദേശം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഫീൽഡിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 24 ദിവസത്തെ ഒരു കാത്തിരിപ്പാണ്. ആ സമയം കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മാറ്റി വെച്ചിട്ട്. ഞാൻ ഈ കൗൺസിലറിൻ്റെ ജോലിയും പോലും ചെയ്യാനായിട്ട് കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ പോയി ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഒരു ശകലം റെസ്റ്റ് എടുത്ത ശേഷം ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഫോൺ, എൻ്റെ ഒരു പ്രവർത്തകൻ്റെ ഫോൺ ബൈക്ക് റാലിക്ക് ഇടയിലൂടെ നഷ്ടപ്പെട്ടത്, ബൈക്കൊക്കെ കയറി നശിച്ചു. അപ്പോൾ അതൊരു ഫോൺ വാങ്ങിക്കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. പോളിംഗ് ശതമാനമാണ് വട്ടിയൂർക്കാവ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു മാറ്റം അതെങ്ങനെയാണ് കാണുന്നത്? മാറ്റം നല്ലതിനാണ്. അത് ആ തുടക്കം തൊട്ട് ഞാൻ പറയുന്നതാണ്, വട്ടിയൂർക്കാവ് NDA നേടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളത്. അത് പ്രചാരണത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്ക് ബോധ്യമായി. ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ തൊട്ട് വളരെ നല്ല സ്വീകരണമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരിക്കലും ഒരു വളരെ സ്മൂത്തായിട്ട് പോയിട്ടുള്ള, ഒരിക്കലും ഒരു ടെൻഷൻ ഒരു സമയത്തും തോന്നിയില്ല എനിക്ക്. പ്രചാരണ ഘട്ടത്തിൽ ഒരിക്കലും ഒരു സമ്മർദ്ദം ഒരു രീതിയിലും തോന്നിയില്ല. ഒരുപാട് നല്ല പിന്തുണ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടി. ജനം ഒരുപാട് നല്ലതായിട്ട് സ്വീകരിച്ചു എന്നെ. അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് പോയ ഒരു പ്രചാരണമായിരുന്നു. വട്ടിയൂർക്കാവ് NDA നേടും? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ആദ്യം തൊട്ട് പറയുന്നത് തന്നെയാണ്, ഞാൻ ജയിച്ചു വരും നല്ല ഭൂരിപക്ഷത്തിൽ. നിലവിൽ LDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇപ്പോൾ SIR പട്ടിക അല്ലെങ്കിൽ SIRൻ്റെ പരിഷ്കരണം സങ്കീർണമായിരുന്നു, ഇത്തരത്തിൽ SIR ഡേറ്റ ചോർന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പൊതുവേ അവർ പറയുന്ന കാര്യമാണ്. വട്ടിയൂർക്കാവിനെ പറ്റി മാത്രമല്ല, പൊതുവേ SIRനോട് എതിരാണ് അവർ. കാരണം ഇപ്പോൾ SIR ശുദ്ധീകരിച്ചപ്പോൾ, ഞാൻ ശുദ്ധീകരണമെന്നേ പറയുള്ളൂ, വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് യഥാർത്ഥ വോട്ടർമാരാണ് ആരൊക്കെയാണെന്ന് മനസ്സിലാകാൻ സാധിച്ചു. ആവശ്യമില്ലാതെ നേരത്തെ കയറി കൂടിയിരുന്ന മരണപ്പെട്ടവരും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ കള്ളവോട്ടിടാനുള്ള സാധ്യത ഒരുപാട് കുറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ ഏകദേശം ഒരു 40,000-ഓളം ആൾക്കാരുടെ കുറവ് വന്നിട്ടുണ്ട്. 40,000-ൽ കൂടുതൽ ആൾക്കാരുടെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കള്ളവോട്ടായിട്ട് പോവേണ്ടിയിരുന്ന വോട്ടാണ്. അത് നമുക്ക് ഗുണമേ ചെയ്യൂ. SIRൽ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം അപ്പോൾ അടിസ്ഥാനരഹിതമാണ്? തികച്ചും. ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു രീതിയാണല്ലോ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ഈ LDFൻ്റെ ഒരു രീതിയാണ്. UDFും അത് ചെയ്യാറുണ്ട്. അവർ എതിർകക്ഷികളല്ലേ. വോട്ടർമാരോട് നന്ദി പറയാനായിട്ട് മറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെലവഴിക്കും അല്ലേ? ജയിച്ചു കഴിഞ്ഞിട്ട് 24-ാം തീയതി 24 ദിവസമുണ്ട്. അത് മെയ് 4-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഞാൻ വോട്ടർമാരോട് നന്ദി പറയാൻ പോവുക. അതുവരെ ഞാൻ എൻ്റെ ശാസ്തമംഗലം വാർഡിലാണ് ഞാൻ തീരെ കുറഞ്ഞ സമയം ചിലവഴിച്ചത്. അവിടെ അവർക്ക് ആവശ്യം ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി ചെയ്തു കൊടുക്കാനുള്ള സമയമാണ്. പല ഘട്ടത്തിലും ആർ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പേര് ഒരു കൂട്ടം മാധ്യമങ്ങൾ വലിച്ചഴയ്ക്കുന്ന ഒരു പൊതുമധ്യത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം കണ്ടതാണ്. എങ്ങനെയാണ് ഇതൊരു കരുതിക്കൂട്ടിലൊരു ടാർഗറ്റായിട്ടാണോ ഇത് മനസ്സിലാക്കേണ്ടത്? ആണ്, കരുതിക്കൂട്ടിയുള്ളൊരു ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ അതിശയിപ്പിച്ചത്, എന്നെ LDF അല്ല വലിച്ചഴച്ചിരിക്കുന്നത്, UDF ആണ്. UDFൻ്റെ ഒരു പേടിയാണ് കൂടുതലായിട്ട് മുഴച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. കാരണം എനിക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി UDFൻ്റെ സ്വാധീനമുള്ള വ്യക്തിയാണ്. എനിക്കെതിരെ നമ്മുടെ നഗരസഭയുടെ സഭ കൂടിയപ്പോൾ അതിൽ നിന്ന് ഞാൻ വിട്ടുപോകണമെന്ന് പറഞ്ഞ ഒരു UDF കൗൺസിലറാണ്. എനിക്കെതിരെ ഇപ്പോൾ കണ്ടില്ലേ, ശോഭാ സുരേന്ദ്രന് നേരെയും ഒരു ആക്രമണം, ഒരു കഥ മെനഞ്ഞെടുത്തത് UDF ആണ്. അപ്പോൾ ഇപ്രാവശ്യം UDF ആണ് ഭയപ്പെട്ടിരിക്കുന്നത്. കാരണം UDFന് ഒരു ചിന്തയുണ്ട്, അവർക്ക് LDFിൽ നിന്നും പണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. അതിനൊരു ഭീഷണിയായിട്ട് ഉയർന്നു നിൽക്കുന്ന NDA ആണ്. അതുകൊണ്ട് NDA എങ്ങനെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ UDFൻ്റെ രസം. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മൊത്തം UDFൻ്റെ കളികളാണ്. ഇതുപോലെയുള്ള ഈ CTV നിന്ന് തന്നെ എടുത്തതും, ഞാനിപ്പോൾ ചർച്ച വിട്ട് പുറത്തോട്ടൊന്നും പോയില്ല. ഞാൻ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി സംസാരിച്ചു. പക്ഷേ കള്ളക്കഥകൾ പറഞ്ഞ് പരത്തിയതും അതെല്ലാം UDFൻ്റെ നെറേറ്റീവ്സ് ആണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അവർക്കാണ് പേടി. എന്തായാലും തൻ്റെ നിലപാടുകളെല്ലാം തന്നെ തുറന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ആർ ശ്രീലേഖ തിരക്കിലാണ്, തൻ്റെ വോട്ടർമാരുടെ ഇടയിലേക്ക് തന്നെ ഇറങ്ങുന്ന ഒരു തിരക്കിലാണ്. എന്തായാലും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മണ്ഡലത്തിൽ ഇനിയുള്ള പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ബിജു സായിക്കൊപ്പം KB ശ്യാമപ്രസാദ്.